വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. സന്തോഷേ എടാ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഫോൺ തന്നെ റിഹേഴ്സേ. എടാ നിന്റെ അടുത്ത് പറയരുതെന്ന് അവൻ പലതവണ എൻ്റെ അടുത്ത് പറഞ്ഞാ. നീ വള്ളി വരല്ലേ, നിന്റെ അവസ്ഥ ഇതായി പോയതാണ്. ആ സന്തോഷേ. എടാ കള്ള തൂമേ, നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ജിജു ആണ്. എടാ നീ വിളിച്ചിരുന്നല്ലേ? എടാ ഞാനേ ഇവിടെ ചീർമക്കാവിലായിരുന്നടാ. ചെറിയ ഉത്സവത്തിന്റെ ഒരു ചെറിയ തിരക്കും പരിപാടി. അപ്പൊ നിനക്ക് ഇപ്പൊ ഫോൺ എടുക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോഴേ നിന്റെ തിരക്കൊക്കെ. എടാ അതെന്താണെന്നറിയോ? നീ ഒന്നും പറയണ്ട. നിനക്ക് വാലാച്ചന്റെ വീട്ടിലാണ് പണി നടന്നിട്ടാണ് ഞാൻ വിളിക്കണത്. എടാ അവിടുത്തെ പണി കഴിഞ്ഞു, ഇനി നാളെ വൈകിട്ടേ ഉള്ളൂ. അവിടെ എന്താ പരിപാടി നാളെ? ഓ ഇന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എടാ നാളെ അവിടെ എന്തോ പാവക്കൂത്തൊക്കെയാണ്. പാവക്കൂത്താ? ഓ എന്തിനാടാ? ശരി നീ വെച്ചോ. അളിയോ ആ അന്നല്ല മേനാള് നിന്നെ പറ്റി ഇപ്പൊ വിചാരിച്ചോളൂ. ഓഹോ വല്ല കൊനിഷ്ടായിരിക്കും. അതിന് ഇവനെ പറ്റി നല്ലതെന്തെങ്കിലും വിചാരിക്കാൻ വേണ്ടേ? അല്ലേ വിജയ? വന്ന് കേറിയില്ല, അപ്പോഴത്തേക്കും തുടങ്ങി തള്ള. അമ്മ എന്ത് പറയുന്നു രാഘവ? ഓ പരമസുഖം, അകത്തുണ്ട്, പോയി കണ്ട. ആ ബാഗും കൊണ്ടോ? എന്താളിയാ കുറെ നാളായല്ലോ. ഉഗ്രനാക്കണ്ട നമുക്ക്. പച്ചക്കാണോ? നല്ല താത്തമ്മ പച്ച. എത്തി മോനെ. എന്താണ് അച്ഛമ്മയുടെ? അമ്മ അത്തിട്ട്. ആ നിന്റെ പരിപാടി എന്തോ? എന്ത് പരിപാടിയുടെ? രാവിലെ തൊട്ട് ഓട്ടം തന്നെ. ഇതപ്പോ വീണ്ടും കടയ്ക്ക് പോണം. ആ മൊട്ടനെ തപ്പി ഇറങ്ങിയാണ്. എവിടെയാ അവൻ? പറഞ്ഞ പോലെ അവൻ എവിടെ പോയി? അല്ല എവിടെയാ അവൻ ഈ രാവിലെ എന്തോ വ്ളോഗ് തേങ്ങാന്ന് പറഞ്ഞ് നടക്കണ്ടായിരുന്നു. അല്ല നിന്നെ കണ്ടാവും മുങ്ങുമല്ലോ. മര്യാദ. അതിപ്പോ നീ വന്ന സ്ഥിതിക്ക് അവന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് പോയിട്ട് വരാം. ഞാൻ അവരോട് ഒരു ചെറിയൊരു പരിപാടി എന്താന്ന് എനിക്ക് മനസ്സിലായി. അളിയോ ഗണപതിക്ക് വെച്ചതേ കാക്കൊണ്ട് പോയി.